അതാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് തുടരുക. ഇപ്പോൾ ആന്റോ ആന്റണി എം പി ചേരുന്നുണ്ട്. ശ്രീ ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. നമുക്കറിയാം 2018-ലും 2019-ലും ഒക്കെ സംഭവിച്ചതിന് സമാനമായ രീതിയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിൽ പല വീട്ടുമുറ്റത്തും വെള്ളം കാണുന്നു. ജനങ്ങൾ വലിയ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. നിലവിൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടോ? അങ്ങ് പല മേഖലകളിൽ, അതായത് അങ്ങയുടെ ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള, പാർലമെന്റ് മണ്ഡല പരിധിയിലുള്ള ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും പോകാൻ സാധിച്ചിരുന്നു. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? അല്ല, ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായത് പൂഞ്ഞാറിലാണ്. അവിടെ ഒരു കുടുംബത്തിന്റെ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരു അമ്മയും മകനും രണ്ടുപേരുടെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. നിരവധി വീടുകൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. വളരെ വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് ഈ ഓണം അടുത്തിരുന്ന സമയമായതുകൊണ്ട് വലിയ സ്റ്റോക്കാണ് ഈരാറ്റുപേട്ട, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ. റാന്നിയിൽ കഴിഞ്ഞ പ്രളയത്തിൽ മുഴുവൻ കടകളിലെയും മുഴുവൻ സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട ഒരു ചരിത്രം നിൽക്കുകയാണ്. ഇത്തവണയും അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ അർദ്ധരാത്രിയിൽ ചെയ്ത അതിശക്തിയായ മഴയുടെ പേരിൽ വെള്ളം കയറി. വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറി. പാർലമെന്റ് മണ്ഡലത്തിന്റെ മലയോര മേഖല മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ്. തണ്ണിത്തോട് പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. അപ്പം ഏതു സമയവും എവിടെയും ദുരന്തം വിളിപാടകലെ ഉണ്ട് എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ചെങ്കുത്തായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് ആളുകളാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ധൈര്യപ്പെട്ട അവിടെ അവരുടെ ഭവനങ്ങളിൽ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പൂഞ്ഞാറിലൊരു വലിയ സ്റ്റീപ്പായ മലയൊന്നും അല്ല ഇടിഞ്ഞത്. ഒരു കാരണവശാലും മലയിടിച്ചിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രദേശത്താണ് മലയിടിച്ചിലുണ്ടായത്. അതിനേക്കാൾ 10 മടങ്ങ് കുത്തനെയുള്ള മലകളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ്. അപ്പോൾ ഒരു വലിയ ആശങ്കയുടെ നിഴലിലാണ്. അത് മാത്രമല്ല, നിരവധി ഡാമുകളാണ് ശബരിമല വനവുമായി ബന്ധപ്പെട്ടുള്ളത്. എല്ലാ ഡാമുകളും നിറഞ്ഞു കവിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയും അതിരൂക്ഷമാണ്. ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം വന്നാൽ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. ഡാമുകളൊന്നും തുറക്കാതെ തന്നെ താഴ്വാരങ്ങളും മിക്കവാറുമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായിരിക്കുകയാണ്. അപ്പോൾ പല വീടുകളിലും പ്രായമായ ആളുകൾ ഒറ്റപ്പെട്ട് ഉള്ളവരുണ്ട്. പരമാവധി സ്ഥലങ്ങളിൽ അറിയിപ്പ് കൊടുത്ത് അവരെ എല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, സ്കൂളുകളിലേക്ക്, ഓരോ പഞ്ചായത്തും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥലങ്ങൾ സംഘടിപ്പിച്ച് അവരോടൊക്കെ മാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നല്ല ശതമാനം ആളുകളൊക്കെ മാറി. പക്ഷെ പലരും മാറാൻ മടിക്കുന്നുണ്ട്. ആന്റോ ആന്റണി, അങ്ങനെ എല്ലാവരും ഈ നിർദ്ദേശം അനുസരിച്ച്, ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാറാൻ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ നേരത്തെ സംസാരിച്ചതും ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാണിച്ച വിഷയവും അതാണ്. പലരും പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ആദ്യഘട്ടത്തില് ഒരു നിലയിലെ വെള്ളം കയറൂ എന്നുള്ള പ്രതീക്ഷയിൽ രണ്ടാം നിലയിൽ തമ്പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ പലരും മാറാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഈ വീടുകളിലൊക്കെ വെള്ളം കയറി കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാണ്. കാരണം ആ വീടുകളിലേക്ക് പിന്നെ ചിലപ്പോൾ വീട്ടിലൊന്നുമില്ല, വീട് മുഴുവൻ ചെളി കയറിയിരിക്കുന്നു. ആ ചെളിയിലും വീടിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും പാമ്പും എല്ലാം, വിഷപ്പാമ്പുകളിൽ എല്ലാം കയറി ആ വീട്ടിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ വളരെ പ്രയാസകരമേറിയ സാഹചര്യമാണ്. അതിലെ കിണറുകളെല്ലാം ഈ ചെളി വന്ന് മൂടിപ്പോകും. കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ വെള്ളം വന്ന് കടന്നുപോയി കഴിയുമ്പോഴുണ്ടാകുന്ന ആ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അചിന്യമായ തരത്തിൽ ദുരിതപൂർണമാണ്. സത്യത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടുതൽ മഴ കനക്കരുതെന്നും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ആന്റോ ആന്റണി, അങ്ങിലേക്ക് വരാം. ശ്രീ അബു ജോൺ ജോസഫ്, അങ്ങ് ജനപ്രതിനിധി ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ്
വിവിധ ലോകരാജ്യങ്ങളടക്കം സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ അനുഭവ പരിചയമുണ്ട്. സ്വാഭാവികമായി അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഇത്തരമൊരു ദുരന്തം വരുമ്പോൾ പലപ്പോഴും അത് പ്ലാനിങ്ങിലടക്കം നമുക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ടെന്ന്. അത് ഫ്രാൻസിസ് ജോർജ് അടക്കം, അതായത് നമ്മുടെ നിരവധി വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയമുള്ള ജനപ്രതിനിധികളടക്കം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. അത് കാലാകാലങ്ങളായി മാറി വരുന്ന ഓരോ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നമുക്ക് ഇല്ലാതെ പോകുന്നത്? നിങ്ങളെപ്പോലെ അനുഭവ പരിചയമുള്ള പുതിയ ജനപ്രതിനിധികൾ ഇപ്പോൾ നിയമസഭയിൽ വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി ഒരു സമിതികളടക്കം ആവശ്യമല്ലേ? സർക്കാരിന് മുൻപാകെ അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ ശ്രീ ഫ്രാൻസിസ് ജോർജ് എംപിയും ഒക്കെ പറഞ്ഞതുപോലെ, നമ്മള് ഈ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മള് ആളുകളെ പുനരധിവസിപ്പിക്കുന്നു, മാറ്റിപ്പാർപ്പിക്കുന്നു, മറ്റ് പ്രിവെന്റീവ് നടപടികളൊക്കെ എടുക്കുന്നു. പക്ഷെ ഇതിന്റെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ് ആ മഴ മാറി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇല്ലാണ്ടാകും. അന്ന് നമുക്ക് ആ സമയത്ത് നമുക്ക് മറ്റു പല വിഷയങ്ങളും ഇങ്ങനെ സമൂഹത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത് ഒരു കംപ്ലീറ്റ് റീവാമ്പിന്റെ സമയമായിരിക്കുകയാണ്. നമ്മള് ഈ ഓരോ വർഷവും ഈ ചർച്ച തന്നെ, ഈ ചർച്ച ഇന്ന് കഴിഞ്ഞാല് ഇനി ഇത് നടക്കാൻ പോകുന്നത് അടുത്ത വർഷം ഇതുപോലെ വെള്ളം പൊങ്ങുമ്പോഴാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊരു ചർച്ചാ വിഷയമല്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ ജനപ്രതിനിധികൾ തന്നെ, സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഇത് ആരെങ്കിലും ഇതിനൊരു ഡ്രൈവ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഇപ്പം ശ്രീ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അത് പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് മേഖലകളാണ്. ഈ ഷെൽട്ടേഴ്സിന്റെ സൗകര്യമുള്ള ഷെൽട്ടേഴ്സ് ഇല്ലെങ്കിൽ ആളുകൾക്ക് വരാൻ വിമുഖത കാണിക്കുന്നു പറയുന്നു. നമുക്ക് എന്തുകൊണ്ട് അത് ആലോചിച്ചുകൂടാ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് സർക്കാരിന്റെ ചെലവിൽ ഷെൽട്ടേഴ്സ് പോലെ കുറച്ച് സൗകര്യമുള്ളത് അവിടെയുള്ള ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുക. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുക, അവിടെ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ. ഇപ്പൊ നമ്മുടെ KSRTC ഇപ്പോൾ നമുക്ക് ഈ പ്ലഷർ ട്രിപ്പുകൾ നടത്തുന്നുണ്ട്, ഡേ ട്രിപ്പ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്പേസുകൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വാടക കൊടുത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഇതുപോലെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകളെ മാറ്റി പാർപ്പിക്കുവാൻ ആ സമയത്ത് ഈ സ്പേസ് യൂസ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞപ്പോൾ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആശയമാണ് ഇത്. തീർച്ചയായിട്ടും നമുക്ക് പ്രാവർത്തികം, കാരണം ഒത്തിരി ആളുകൾ ഇന്ന് കേരളത്തിൽ വരുന്നുണ്ട്. ഇതുപോലെ നമ്മളൊരു നല്ല ഫെസിലിറ്റി ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി ഇടുവാണെങ്കിൽ വാടക കൊടുത്ത് താമസിക്കാൻ ധാരാളം ആളുകൾ തയ്യാറാകും. അപ്പൊ ഇത് പുനരധിവാസത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷെ പ്രിവെൻഷനാണ്. നമ്മൾ എങ്ങനെയാണ് ഈ അപകടങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ കുത്തനെയുള്ള ചെരുവുകളിൽ ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അതൊരു വലിയ റിസ്ക് ഇല്ലാത്ത കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ ഉണ്ടാവുന്ന അതിവൃഷ്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.